ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഡിസ്കോഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ഒരു ഡിസ്കോഡ് അക്കൗണ്ട് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ discord.com എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിലോട്ട് വരാം. ഇവിടെ വന്ന ശേഷം നമ്മൾക്ക് മുകളിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്നത് ഡിസ്കോഡിൻ്റെ ലോഗിൻ പേജിലോട്ടാണ്. ഇവിടെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇനി യൂസർ നെയിം ഞാൻ ഇവിടെ, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ യൂസർ നെയിം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു യൂസർ നെയിം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്തത് ഒരു പാസ്വേഡാണ്. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ്, ഒരു മോർ ദാൻ 8 ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 8 ലെറ്ററുള്ള ഒരു പാസ്വേഡ്, നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആ ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു പാസ്വേഡ് നമ്മൾ മറക്കരുത്, നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാസ്വേഡ് മറക്കരുത്. അതിനുശേഷം നമ്മൾ എന്നാണ് ജനിച്ചത് എന്നൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുവാണ്. ഇനി ഏത് വർഷമാണ് നമ്മൾ കൊടുക്കാം. ഞാൻ ജനിച്ച വർഷം ഇവിടെ ഞാനിപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ സെൻഡ് മീ ഇമെയിൽസ് വിത്ത് ഡിസ്കോഡ് അപ്ഡേറ്റ്സ്. ഈ സാധനം ഓപ്ഷനിലാണ്. അതായത് നിങ്ങൾക്ക് ഡിസ്കോഡിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ അൺടിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത് സേവ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഐ ആം എ ഹ്യൂമൻ. അപ്പം ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഡിസ്കോഡ് സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ഡിസ്കോഡ് സെർവറാണ്. ഈ ഒരു സെർവറിൻ്റെ അതാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ അവരൊക്കെ ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ സെർവറിൻ്റെ അകത്താണ്. നമുക്കൊരു സെർവർ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ സെർവർ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഓരോ ടെംപ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്, സ്കൂൾ ക്ലബ്ബ്, സ്റ്റഡി ഗ്രൂപ്പ്, ഫ്രണ്ട്സും. ഇനി അത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു സെർവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ നമ്മളുടെ ഡിസ്കോഡ് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അതിനായിട്ട് നമ്മളുടെ ഇമെയിൽ അക്കൗണ്ടിൽ നമ്മൾക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, വെരിഫൈ ഇമെയിൽ അഡ്രസ് ഫോർ ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെയുള്ള വെരിഫൈ ഇമെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. വെരിഫൈ ഇമെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നേരെ തിരിച്ച് റീഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരെ ഡിസ്കോഡിലോട്ട് തന്നെ പോകുന്നതാണ്. ഇമെയിൽ വെരിഫൈഡ്, കണ്ടിന്യൂ ടു ഡിസ്കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഡിസ്കോഡിലോട്ട് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഒരു ഡിസ്കോഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.